നിങ്ങളത് വിശ്വസിക്കുമോ? ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടാക്കിയതൊരു ഏറ്റവും വലിയ സിനിമ ഇറങ്ങാൻ പോവാണ്. 2 പാർട്ട്, $500 മില്യൺ ബഡ്ജറ്റ്. ഇത് വേറെ ഏതെങ്കിലും സൂപ്പർ ഹീറോ സിനിമയാണെന്ന് വിചാരിച്ചോ? 3000 വർഷം പഴക്കമുള്ള ആ കഥ തന്നെ. രാമായണം പാർട്ട് 1 നവംബർ 6 തിയേറ്ററിലെത്തും. ദീപാവലിക്ക് വെറും 2 ദിവസം മുമ്പ്. ചിന്തിച്ചു നോക്കിയോ എന്തിനാ ഈ ഡേറ്റ് തന്നെ ചൂസ് ചെയ്തതെന്ന്? ശ്രീരാമൻ അയോധ്യയ്ക്ക് തിരിച്ചെത്തിയ ഓർമ്മയല്ലേ ദീപാവലി തന്നെ. അപ്പോൾ ആ ടൈമിംഗ് അങ്ങ് പെർഫെക്റ്റ് ആയിക്കായി. ഇനി പാർട്ട് 2 ആണെങ്കിൽ 1 കൊല്ലം കൂടി കാത്തിരിക്കാം. സംവിധാനം ചെയ്തിരിക്കുന്ന ആരെന്നറിയോ? ദംഗൽ സംവിധാനം ചെയ്ത നിതീഷ് തിവാരി വരെ. പൂർണ്ണമായും ഐമാക്സ് ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ബഡ്ജറ്റ് കേട്ടാൽ ഞെട്ടും. 4000 കോടി രൂപ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റാണിത്. ഇനി കാസ്റ്റിലേക്ക് വന്ന രൺബീർ കപൂർ ശ്രീരാമൻ, സായി പല്ലവി സീത, രവി ദുബെ ലക്ഷ്മണൻ. പക്ഷെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാസ്റ്റിംഗ് ഉണ്ട്, യാഷ് രാവണനായി എത്തുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ഫാൻസ് ഹൈപ്പായി. കൂടാതെ സണ്ണി ഡിയോളിനെയും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. സംഗീതം ചെയ്തിരിക്കുന്ന 2 ഓസ്കാർ ജേതാക്കൾ ഒരുമിച്ചാണ്, AR റഹ്മാനും ഹാൻസ് സിമ്മറും. ഇതാദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഇനി വിഷ്വൽ എഫക്ട്സ് നോക്കിയാലോ? ഡ്യൂൺ, ഓപ്പൺഹൈമർ ഒക്കെ ചെയ്ത ടീനെക്സ് സ്റ്റുഡിയോ. നിർമ്മാതാവ് നമിത് മൽഹോത്ര. ഇദ്ദേഹം ക്രിസ്റ്റഫർ നോളൻ്റെ ഇൻസെപ്ഷനിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് വെറും ബോളിവുഡ് സിനിമയല്ല, ഹോളിവുഡ് ലെവൽ പ്രൊഡക്ഷനാണ്. എന്നാലും എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അല്ല. ചിലർക്ക് രൺവീറിൻ്റെ രാമകഥാപാത്രം ശാന്തവും ഗാംഭീര്യവും, വേറെ ചിലർക്ക് കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി വേണ്ടിയിരുന്നു എന്ന് തോന്നി. ഇനി VFXനെ പറ്റിയും കുറേ കമൻസ് വന്നു. 4000 കോടി ചിലവാക്കിയിട്ടും ഒരാൾ എഴുതി ഇത് അൺറിയൽ എഞ്ചിൻ ഫ്രീ ട്രയൽ പോലെയുണ്ടെന്ന്. അതായത് AI വെച്ചുണ്ടാക്കിയതുപോലെ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ആ കമൻറ്റും ശരിക്കും വൈറലായി. പക്ഷേ യാഷിൻ്റെ രാവണനെ ആർക്കും ഒരു കുറ്റവും പറയാനില്ല. ഏതാണ്ട് എല്ലാവരും അതിനെ പുകഴ്ത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? 4000 കോടി ചിലവാക്കി ഈ സിനിമ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുമോ? അതോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.